ഈ യുദ്ധം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ ആണ് കടന്നു പോകുന്നത്. കാരണം വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ LPGയെ കുറിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നത്. യുദ്ധം ബാധിക്കപ്പെടാത്ത ഒരു രാജ്യവുമില്ല, അങ്ങനെ മാത്രമാണ് ഇന്ത്യയെയും ബാധിക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നത്. ഇത്തരം സമയങ്ങളിൽ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും തടയാൻ സംസ്ഥാന സർക്കാരുകൾ നിരീക്ഷണം വർദ്ധിപ്പിക്കണം. രാഷ്ട്രീയ ആരോപണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. യെസ്, എന്തായാലും പ്രതിപക്ഷം വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും രാജ്യത്ത് ഇപ്പോൾ പാചകവാതകത്തിന്റെ ലഭ്യതയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ നേരത്തെ പരിശോധിച്ചത് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെ എങ്ങനെയാണ് ഇപ്പോഴത്തെ യുദ്ധം ബാധിക്കുന്നത് എന്നാണ് എങ്കിൽ ഇനി നമുക്ക് പോകേണ്ടത് പാചകവാതകം അതിൻ്റെ ലഭ്യതക്കുറവ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഡേറ്റയിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഗ്രാമീണ മേഖലകളിൽ മാത്രം 90 ലക്ഷത്തിലധികം ഗാർഹിക ഉപഭോക്താക്കൾ ഉണ്ട് എന്നതാണ്. രാജ്യത്ത് 90 ലക്ഷത്തിലധികം ഗാർഹിക ഉപഭോക്താക്കളുണ്ട്. ഗ്യാസ് കണക്ഷൻ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഈ ഉജ്ജ്വൽ യോജന പോലെയുള്ള പദ്ധതികളിലൂടെ കഴിയുന്നത്ര ആളുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന, അതിൻ്റെ സബ്സിഡി നേരിട്ട് ജനങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന കേന്ദ്ര പദ്ധതികൾ. അങ്ങനെ രാജ്യത്ത് തന്നെ ഗ്യാസിൻ്റെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു. അതിൻ്റെ കാരണങ്ങളിലൊന്ന് നമ്മൾ പലപ്പോഴും, അതായത് ഒരുപക്ഷെ മലയാളികൾക്ക് വിറക് മാത്രമാണ് പരിചിതം എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മണ്ണെണ്ണ വ്യാപകമായി കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചാണകവറളി ആണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഉപയോഗിക്കുന്നത്. കൽക്കരി ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നു. ഇത് വലിയ തോതിൽ മലിനീകരണം സൃഷ്ടിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും കഴിയുന്നത്ര ഗ്യാസ് എന്ന ഉപയോഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഗ്യാസിൻ്റെ ഉപഭോഗം എന്നത് ഒരു സാധാരണ കുടുംബത്തിന് സാധ്യമാകുന്ന ഒന്നല്ല എന്നതുകൊണ്ടാണ് അവിടെ സബ്സിഡി അടക്കം നൽകിയത്. എന്താണ് എങ്കിലും ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ഗ്യാസ് കണക്ഷനുകൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ കൂടിയാണ്. അതിൻ്റെ കാരണം നമ്മുടെ ജനസംഖ്യ കൂടിയാണ് എന്നത് പറഞ്ഞു പോകേണ്ടതാണ്. ആ ഡേറ്റയാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കുന്നത്. നമ്മുടെ വാർഷിക ഉപയോഗം എന്നത് 31.3 മില്യൺ മെട്രിക് ടൺ എന്നതാണ്. അതായത് രാജ്യത്തെ LPGയുടെ വാർഷിക ഉപയോഗം എന്നത് 31.3 മില്യൺ മെട്രിക് ടൺ എന്നതാണ്. ഇനി നമ്മൾ പ്രതിദിന ഉപയോഗത്തിലേക്ക് പോകുമ്പോൾ ആ ഡേറ്റ മറ്റൊരു അനുപാതം ആണ്, അല്ലെങ്കിൽ ഏകകം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അനുസരിച്ച് 189 മില്യൺ മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ എന്നതാണ് ആ കണക്ക്. അതായത് ഒരു ദിവസത്തെ രാജ്യത്തെ ഗ്യാസിൻ്റെ, അതല്ലെങ്കിൽ പാചകവാതകത്തിൻ്റെ ഉപയോഗം ആണ് ഈ ഡേറ്റ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയുള്ള കണക്കുകൾ ആണ് പ്രേക്ഷകരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കണക്കുകൾ. അതായത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്യാസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതിൻ്റെ കാരണം നമ്മുടെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ആകെ LPGയുടെ 87% വീടുകളിൽ ആണ് ഉപയോഗിക്കുന്നത്. ഞാനും ഈ പ്രേക്ഷകരും ഒക്കെ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും വീടുകളിൽ ആണ് ഈ 87% ഉപയോഗിക്കുന്നത്. ഇനി ഇതാ നോക്കൂ, വാണിജ്യ ഉപയോഗം എന്നത് കേവലം 13% മാത്രമാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ഈ LPG പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത്? ആ കണക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ഗ്യാസ്, ആ ഗ്യാസിൻ്റെ 62% രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അതായത് 38% ഗ്യാസ് ഉൽപ്പാദനം മാത്രമാണ് നമുക്ക് രാജ്യത്ത് നടക്കുന്നുള്ളൂ. ബാക്കി 62% ഈ പുറം രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ്. എന്നത് മാത്രവുമല്ല, ഈ 62%-ൽ 90% ഹോർമൂസ് കടലിടുക്ക് വഴി തന്നെയാണ് എത്തിക്കുന്നത് എന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ക്രൂഡ് ഓയിലിൻ്റെ വരവിൽ 30% മാത്രമാണ് പുറത്തുനിന്നുള്ള ഇറക്കുമതിയുടെ 30% ഹോർമൂസ് കടലിടുക്ക് വഴിയെങ്കിൽ LPGയിലേക്ക് വരുമ്പോൾ അതല്ല, മറിച്ച് 62% ഇറക്കുമതി ചെയ്യുകയും ആ 62%-ൻ്റെ 90% ഗ്യാസും ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ആ കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ അടുക്കളയിലും
ഗ്യാസ് ഒരു പ്രതിസന്ധിയായി മാറുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. രാജ്യത്താകമാനം ഏതാണ്ട് 25,000-ഓളം ഗ്യാസ് ഏജൻസികൾ ആണ് ഉള്ളത്. ഈ ഗ്യാസ് ഏജൻസികൾ വഴിയാണ് അതായത് ഇത് ഹോൾസെയിലാണ്, പിന്നീട് റീറ്റെയിൽ ആയിട്ട് ഏജൻസികൾ വഴിയാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഗ്യാസ് എത്തുന്നത്. ഇവിടെയാണ് ഈ വലിയ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത്. അതായത് ഗാർഹിക ആവശ്യങ്ങൾക്ക്, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ ഉപയോഗത്തിൽ വലിയ തോതിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നിർബന്ധിതമാകുന്നത്. അവിടെ ചില ഇളവുകൾ അടക്കം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പരിഹാരമെന്ത് എന്നതും സർക്കാർ വലിയ തോതിൽ ആലോചിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.